Welcome to Arcade Stories. മടിക്കേരിലെ നിഗൂഢതകൾ ഭാഗം 20. രചനയും അവതരണവും രഘുദാസ് കാട്ടുങ്കൽ. ആ പുസ്തകത്തിന്റെ താളുകൾ തുറന്ന് അതിലൂടെ കണ്ണോടിച്ച സർവമദനന്റെ മുഖം വിളറുന്നത് കണ്ട് ശ്രാവണിയും ദിനൂപും കാര്യം മനസ്സിലാകാതെ പരസ്പരം നോക്കി. റഷ്യൻ ബ്ലാക്ക് മാജിക്കിനെ പറ്റി അവരുടെ മന്ത്രങ്ങളടക്കം പറയുന്ന ഈ പുസ്തകം ജഗത്തിന് എവിടെ നിന്ന് കിട്ടിയത് എന്നറിയാമോ? അയാളുടെ ചോദ്യം കേട്ട് അവരിരുവരും നിഷേധാർത്ഥത്തിൽ തലയാട്ടി. ഇത്തരമൊരു പുസ്തകം അയാളുടെ കയ്യിൽ ഉണ്ടായിരുന്നതിനെ പറ്റി നിങ്ങൾക്ക് അറിയില്ല എന്നാണോ പറയുന്നത്? മദനൻ വീണ്ടും ചോദിച്ചു. അതെ സർ, ഇത്തരമൊരു പുസ്തകത്തെ പറ്റി അവൻ ഞങ്ങളോട് ആരോടും പറഞ്ഞിട്ടില്ല. ഇതെന്തിനു വേണ്ടിയുള്ള പുസ്തകമാണെന്ന് അറിയാമോ? പുറഞ്ചട്ടം കണ്ടിട്ട് അതെന്തോ ബ്ലാക്ക് മാജിക്കിനെ പറ്റിയുള്ള പുസ്തകമാണെന്ന് തോന്നുന്നില്ലേ? ദിനൂപ് പറഞ്ഞത് കേട്ട് സർവമദനൻ തലയാട്ടി. അതെ, ഈ പുസ്തകം എഴുതിയിരിക്കുന്ന നടാഷ ഹിൽവിൻ റഷ്യൻ സോവിയറ്റ് യൂണിയനിൽ ഹെയ്ദിൻ വോഡോ പാരമ്പര്യത്തിലെ ഒരു നിഗൂഢ ശാസ്ത്രജ്ഞയും പാരമ്പര്യ മന്ത്രവാദിനിയും പുരോഹിതയുമാണ്. കൂടാതെ മറ്റു മാന്ത്രിക പാരമ്പര്യങ്ങളിൽ തീക്ഷ്ണമായ പണ്ഡിതയുമാണ്. മാജിക്കിന്റെയും രോഗശാന്തിയുടെയും പുരാതന രഹസ്യങ്ങൾ അവരവരുടെ കുടുംബത്തിൽ നിന്ന് തന്നെയാ പഠിച്ചിട്ടുള്ളത്. റഷ്യൻ മാന്ത്രികതയുടെ ഇടതുവശത്തെ പാതയും അതിന്റെ മന്ത്രങ്ങളും ആചാരങ്ങളുമെല്ലാം ഈ പുസ്തകത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. സെമിത്തേരി മാന്ത്രികത, ത്യാഗങ്ങൾ, നരക ഐക്കണുകളുടെ സൃഷ്ടി, ക്രോസ് റോഡുകൾ, ചതുപ്പുകൾ, ഉപേക്ഷിക്കപ്പെട്ട ഗ്രാമങ്ങൾ തുടങ്ങിയ അധികാര സ്ഥലങ്ങൾ, ബ്ലാക്ക് മാജിക് പരിശീലിക്കാനുള്ള ഏറ്റവും നല്ല സമയങ്ങൾ, നിങ്ങളുടെ മന്ത്രത്തിന് ഏറ്റവും മികച്ച ശവക്കുഴി എങ്ങനെ തിരഞ്ഞെടുക്കാം എന്നിവയെക്കുറിച്ച് പോലും ഇതിൽ രചയിതാവ് വിശദീകരിക്കുന്നുണ്ട്. ഭൂതങ്ങളെ എങ്ങനെ വിളിക്കാമെന്നതും മന്ത്രങ്ങളുടെ നിരവധി വ്യക്തമായ ഉദാഹരണങ്ങൾ നൽകിക്കൊണ്ട് കറുത്ത കലകൾ അഭ്യസിക്കുന്നവർ കരകൗശലത്തിൽ സ്വയം പ്രതിജ്ഞാബദ്ധരായാൽ അവർക്ക് എന്തെല്ലാം ചെയ്യാനാകുമെന്നതിന്റെ വിശാലമായ ശ്രേണി ഹെൽവിൻ ഈ പുസ്തകത്തിൽ പ്രകടമാക്കുന്നു. യഥാർത്ഥത്തിൽ ബ്ലാക്ക് മാജിക് പരിശീലിക്കുന്ന പലരും ഈ ബുക്കിന്റെ സഹായം തേടാറുണ്ട് എന്ന് വരെ കേട്ടിട്ടുണ്ട്. അയാൾ പറഞ്ഞു നിർത്തുമ്പോൾ ഒരു കെട്ടുകഥ കേൾക്കുന്ന ഭാവമായിരുന്നു ശ്രാവണിയുടെയും ദിനൂപിന്റെയും മുഖത്ത്. ഇതെന്തിനു വേണ്ടിയായിരിക്കും ജഗത്തി പുസ്തകം ഇത്ര രഹസ്യമായി സൂക്ഷിച്ചിരിക്കുന്നത്? ഇനിയൊരു പക്ഷേ അവന് ബ്ലാക്ക് മാജിക്കുമായി എന്തെങ്കിലും ബന്ധം ഉണ്ടാകുമോ? ദിനൂപിന്റെ ചോദ്യം കേട്ട് ശ്രാവണി പുരികങ്ങൾ ചുളുകുമ്പോ എന്തോ ഒന്ന് കണ്ടെത്തിയതുപോലെ സർവമദനന്റെ മുഖം തെളിഞ്ഞു. എന്നാൽ പെട്ടെന്ന് തന്നെ ആ ഭാവപ്പകർച്ച മാറ്റിക്കൊണ്ട് അയാൾ അവരിൽ നിന്നും അല്പം അകന്നു മാറി എന്തോ ചിന്തിക്കും പോലെ കണ്ണുകൾ അടച്ചു നിന്നു. നാളെ എപ്പോഴാ കൊൽക്കത്തക്കുള്ള ഫ്ലൈറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നേ? സർവമദനന്റെ പെട്ടെന്നുള്ള ചോദ്യം കേട്ട് എന്തൊക്കെയോ പരസ്പരം കുശുകുശുത്തുകൊണ്ടിരുന്ന ശ്രാവണിയും ദിനൂപും നിശബ്ദരായി. ഉത്തരം കിട്ടാനായി സർവമദനൻ അവരെ നോക്കി. നാളെ വൈകിട്ട് 3 മണിക്കുള്ള ഫ്ലൈറ്റ് ആണ് സാർ. ഓക്കെ, ഗുഡ്. ചെന്ന് ഇറങ്ങിയാൽ ഉടനെ ആദ്യം തന്നെ നമുക്ക് ആ ശൈലേന്ദ്രന്റെ വീട്ടിൽ പോകണം. അവിടെ നിന്ന് തന്നെ ആകട്ടെ കൊൽക്കത്തയിലെ അന്വേഷണം തുടങ്ങുന്നത്. ശരി സാർ. എങ്കിൽ ഞാൻ ഇറങ്ങുക, എനിക്ക് അല്പം പണിയുണ്ട്. ഈ ബുക്കും ഞാൻ എടുക്കുകയാണ് കേട്ടോ. അതിനവർ തലകുലുക്കിയപ്പോ അയാൾ ആ പുസ്തകവും കയ്യിൽ പിടിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. ആ പുസ്തകത്തിന് പിന്നിൽ ജഗത്ത് അവശേഷിപ്പിച്ചിട്ട് പോയ നിഗൂഢത എന്തായിരിക്കുമെന്ന ചിന്തയോടെ ശ്രാവണിയും ദിനൂപും പരസ്പരം നോക്കി നിന്നു. ഗോല റോഡരികിലുള്ള ശൈലേന്ദ്രൻ സാറിന്റെ വീട്ടിലേക്ക് ശ്രാവണിയും ദിനൂപും സർവമദനോടൊപ്പം ചെന്ന് കയറുമ്പോ അവരുടെ വരവും പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു അയാൾ. ആ ഹയാത്ത് റീജൻസിയിൽ വെച്ച് മിലിയെ തട്ടിക്കൊണ്ടുപോയ സംഭവം ഒന്ന് വിശദീകരിക്കാവോ? അവരെ സ്വീകരിച്ചിരുത്തിയ ശൈലേന്ദ്രൻ സാറിനോടുള്ള സർവമദനന്റെ ആദ്യത്തെ ചോദ്യം അതായിരുന്നു. അതൊരു വല്ലാത്ത അനുഭവമായിരുന്നു. ഓർമ്മയിൽ നിന്നും സംഭവങ്ങൾ ചികഞ്ഞെടുക്കും പോലെ ശൈലേന്ദ്രൻ സാർ അല്പനേരത്തേക്ക് നിശബ്ദനായി. ആ നിഷ്ഠിയുടെ പെരുമാറ്റം ആശ്ചര്യം ജനിപ്പിക്കുന്നതായിരുന്നു. തികഞ്ഞൊരു അഭ്യാസിയെ പോലെയാ അവൾ പെരുമാറിയത്. ഒരു പുരുഷന്റെ കരുത്തുള്ളവൾ. മിലിയെ അനായാസം പൊക്കിയെടുത്ത് താറിൽ കയറി അവൾ രക്ഷപ്പെടുമ്പോ പെട്ടെന്നുണ്ടായ ആക്രമണത്തിൽ ഞങ്ങളൊക്കെ പകച്ചുപോയിരുന്നു. ഞങ്ങളുടെ വണ്ടികളൊക്കെ പഞ്ചറാക്കിയിട്ടാ അവൾ അവിടെയൊന്നും രക്ഷപ്പെട്ടത്. ജഗത്ത മുന്നിൽ ഉണ്ടായിരുന്നൊരു ബുള്ളറ്റിൽ കയറി അവളെ പിന്തുടർന്നത്. അവിടെ ഉണ്ടായിരുന്ന വണ്ടികളിലെ ആ ബുള്ളറ്റ് മാത്രം പഞ്ചറാക്കാൻ അവൾ വിട്ടുപോയത് ഭാഗ്യമായി. ഹോട്ടൽ സ്റ്റാഫ് സംഘടിപ്പിച്ചു തന്ന കാറിൽ ഞങ്ങൾ ചെല്ലുമ്പോഴേക്കും ജഗത്ത് അവളെ കീഴ്പ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോ ജഗത്തിന്റെ കൂടെ ആ സാധുറാം കൂടി ഉണ്ടായിരുന്നത് ഒരു സഹായമായി അല്ലേ? സർവമദനന്റെ ചോദ്യം കേട്ട് ശൈലേന്ദ്രൻ സാറിന് നെറ്റിച്ചൊളിഞ്ഞു. സാധുറാമോ? അയാളുടെ ചോദ്യത്തിൽ മുഴച്ചു നിന്നിരുന്ന ആശ്ചര്യം അവരെ 3 പേരെയും ആശയക്കുഴപ്പത്തിലാക്കി. അതെ, സാധുറാമല്ലേ ആ ബുള്ളറ്റ് ഓടിച്ചത്?
നിങ്ങൾ ഇതെന്തൊക്കെ പറയുന്നേ? സഹാദൂറാം ബുള്ളറ്റ് ഓടിച്ചെന്നു. ആരാ ഇതൊക്കെ നിങ്ങളോട് പറഞ്ഞത്? ജഗത്ത്. ശ്രാവണി പറഞ്ഞത് കേട്ട് ശൈലേന്ദ്രൻ സാറിന്റെ നോട്ടം അവൾക്ക് നേരെയായി. സാധുറാം മുംബൈയിലുള്ള ഏതോ അധോലോക സംഘത്തിന്റെ കൂടെയുള്ള ആളായിരുന്നു എന്നാ ശ്രാവണി എന്നോട് പറഞ്ഞത്. സർവമദനൻ കൂട്ടിച്ചേർത്തു. അതും ജഗത്ത് തന്നെ എന്നോട് പറഞ്ഞതാ. അവർ തമ്മിലുള്ള സംസാരം കേട്ട് മിഴിച്ചിരുന്ന ശൈലേന്ദ്ര സാർ പെട്ടെന്നാണ് ഉറക്കെ പൊട്ടിച്ചിരിച്ചത്. സംസാരം നിർത്തി അവർ ആശ്ചര്യത്തോടെ അദ്ദേഹത്തെ നോക്കി. നിങ്ങൾ ഇത് ഏത് സാധുറാമിന്റെ കാര്യമായി പറയുന്നത്? സാർ, അത് ഇവിടെ ജോലിക്ക് നിന്നിരുന്ന സാധുറാമിന്റെ കാര്യം തന്നെയാ പറയുന്നത്. അയാൾ തന്നെയല്ലേ അന്ന് ജഗത്തിനും മിലിക്കും കൂടെ പോയപ്പോ ബീഹാറിൽ വെച്ച് വെടിയേറ്റ് മരിച്ചത്? ശ്രാവണിയുടെ സംശയം നിറഞ്ഞ മുഖത്തേക്ക് നോക്കി ശൈലേന്ദ്ര സാർ ഊറിച്ചിരിച്ചു. എന്നിട്ട് അയാൾ അകത്തേക്ക് നോക്കി ഉറക്കെ വിളിച്ചു, സാധുറാം. जी साहब। അകത്ത് ഏതോ മുറിയിൽ നിന്നും ഓടിവന്ന് വിനയത്തോടെ കൂനിക്കൂടി നിൽക്കുന്ന ആ വൃദ്ധനെ നോക്കി അവർ വാ വിളിച്ചു. ഇതാണ് സാധുറാം. ഇയാളെ കുറിച്ചാണോ നിങ്ങൾ ഈ പറഞ്ഞത്? ശൈലേന്ദ്ര സാറിന്റെ ചോദ്യത്തിൽ ഒരു പരിഹാസച്ചുവ നിറഞ്ഞിരിക്കും പോലെ ശ്രാവണിക്കും ദിനൂപിനും തോന്നി. മദനാകട്ടെ അവരിരുവരെയും സംശയത്തിന്റെ മുനെയുള്ള കണ്ണുകളോടെ നോക്കുകയായിരുന്നു ആ സമയം. ഇതിപ്പോ ഏതാ ഞാൻ വിശ്വസിക്കേണ്ടത്? അയാളുടെ ചോദ്യത്തിൽ അമർഷം നിറഞ്ഞിരുന്നു. സർ, ഞങ്ങള് പറഞ്ഞ കാര്യങ്ങളെല്ലാം ജഗത്ത് ഞങ്ങളോട് പറഞ്ഞതാ, ശ്രാവണി തറപ്പിച്ചു പറഞ്ഞു. അപ്പോ ജഗത്തിന്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന ധനയും അങ്കിതും സെൽവനും അന്ന് അയാളോടൊപ്പം ബീഹാറിലേക്ക് പോയിരുന്നില്ലേ? മിലിയെ തട്ടിക്കൊണ്ടുപോകുന്നതായിട്ടൊരു നാടകം നിശ്ചയിപ്പിച്ച് നിങ്ങൾ പ്ലാൻ ചെയ്തിരുന്നു എന്നത് ശരിയാണോ? അതെ, ആ പറഞ്ഞത് ശരിയാണ്. അതെല്ലാം പ്ലാൻ ചെയ്തത് ജഗത്ത് തന്നെയായിരുന്നു. അവൻ സർവീസിൽ ഉണ്ടായിരുന്നപ്പോൾ അന്വേഷിച്ചിരുന്ന ഒരു കേസുമായി ഈ സംഭവങ്ങൾക്കൊക്കെ ബന്ധമുണ്ടെന്നൊരു സംശയമായിരുന്നു അവന്. എന്തായിരുന്നു ആ കേസ്? ചോദ്യത്തോടൊപ്പം സർവമദനൻ ആകാംക്ഷയോടെ അല്പം മുന്നിലേക്ക് കയറിയിരുന്നു. അത് ഞങ്ങൾ സാറിനോട് പറഞ്ഞില്ലേ, ആ മാൻ മിസ്സിംഗ് കേസുകള്. ശ്രാവണി ഇടയ്ക്ക് കയറി വിശദീകരിക്കാൻ ശ്രമിച്ചു. യെസ്, അത് വെറുമൊരു മാൻ മിസ്സിംഗ് കേസുകളായിരുന്നില്ല. ശൈലേന്ദ്രൻ സാർ അതേക്കുറിച്ച് പറയാൻ തുടങ്ങിയതും അവർ അദ്ദേഹത്തെ ശ്രദ്ധിച്ചു. ബ്ലാക്ക് മാജിക്കിൽ വിശ്വസിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ചെറിയൊരു ഗ്യാങ് കൊൽക്കത്തയിലും ബീഹാറിലുമായിട്ട് ഉണ്ടായിരുന്നതായിട്ട് ഒരു റിപ്പോർട്ടുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ജഗത്ത് അന്വേഷിച്ചിരുന്നത് ആ കേസായിരുന്നു. അവൻ ആ കേസിൽ വല്ലാത്തൊരു താല്പര്യവും ഉണ്ടായിരുന്നതാ. പക്ഷെ എന്തോ പെട്ടെന്നാ മുകളിൽ നിന്നും ഓർഡർ വന്ന് അവനെ ആ കേസിൽ നിന്നും പുറത്താക്കിയത്. അതോടെ അവൻ ജോലി റിസൈൻ ചെയ്ത് പോവുകയും ചെയ്തു. ഇപ്പോ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായപ്പോ അതേ ഗ്യാങ് തന്നെയാണോ ഇതിന് പിന്നിൽ എന്നൊരു സംശയവും അവനുണ്ടായിരുന്നു. അതിന്റെ പിന്നാലെ പോകാനാ മിലിയെ അവൻ കരുവാക്കിയത്. അവന്റെ സബോർഡിനേറ്റ്സും അവനോടൊപ്പം നിന്നു. ഞാൻ അവനോട് പറഞ്ഞതാ ഈ കളിക്കൊന്നും പോകേണ്ടതെന്ന്. പക്ഷെ എന്തോ അവൻ വല്ലാത്ത ആവേശത്തിലായിരുന്നു. എങ്കിൽ പിന്നെ ഈ സാധുറാമിനെ കുറിച്ച് ജഗത്ത് അങ്ങനെ ഒരു നുണ പറയേണ്ട കാര്യമെന്താ? സർവമദന്റെ ചോദ്യത്തിന് മറുപടിയില്ലാതെ ശൈലേന്ദ്ര സാർ കൈമലർത്തി. ഒരുപക്ഷേ അതിന് മറുപടി പറയാൻ അവന്റെ കൂടെ പോയ തനയ്ക്കും അങ്കിത്തിനും സാധിക്കുമായിരിക്കും. സാറും അവരുടെ കൂടെ പോയതല്ലേ? ഞാനോ? നെവർ. അതൊരു അപകടം പിടിച്ച കളിയാണെന്ന് ഞാൻ അപ്പോഴേ അവനോട് പറഞ്ഞിരുന്നതാ. അത് കേൾക്കാതെയാ അവൻ പോയത്. പറഞ്ഞ് അവസാനിപ്പിച്ചതുപോലെ ശൈലേന്ദ്രൻ സാർ നിശബ്ദനായപ്പോ ഇനി എന്ത് വേണമെന്ന ചോദ്യവുമായി അവർ പരസ്പരം നോക്കി. ഈ വാഷ്റൂമിൽ വെച്ച ഞാൻ നിഷ്ഠയുമായിട്ട് ഏറ്റുമുട്ടിയത്. ഞാൻ കാണുമ്പോ അവൾ മിലിയെ അനായാസമായി കൈകളിലെടുത്ത് പൊക്കി നിൽക്കുകയായിരുന്നു. ആയാത്തിൽ വെച്ച് താൻ നിഷ്ഠയുമായി ഏറ്റുമുട്ടിയ കാര്യം സർവമദനോട് വിവരിക്കുകയായിരുന്നു തനയ. അവൾ അസാധാരണമായ കായബലവും മാർഷൽ ആർട്സുകളിലെ പ്രാവീണ്യമുള്ളതായിരുന്നു. അന്നത്തെ ആ സംഭവം ഓർത്തെടുക്കും പോലെ തനയ അല്പനേരത്തേക്ക് നിശബ്ദയായി. അവളുടെ കൂടെ ഉണ്ടായിരുന്ന അങ്കിത്ത് അപ്പോൾ നിശബ്ദനായി നിന്ന് ദിനൂപിനെയും ശ്രാവണിയെയും ശ്രദ്ധിക്കുകയായിരുന്നു. നിങ്ങളുടെ ബോസായിരുന്ന ശൈലേന്ദ്രൻ പറഞ്ഞത് അന്ന് രാത്രി അവൾക്ക് പുറകെ പുറത്തേക്ക് ഇറങ്ങിയപ്പോ ഒരു ബുള്ളറ്റ് ഒഴികെ ബാക്കി അവിടെ പാർക്ക് ചെയ്തിരുന്ന എല്ലാ വാഹനങ്ങളും പഞ്ചറായിരുന്നു എന്നാ. അതെ, അത് ശരിയാ. ജഗത് സാറാ അത് നോക്കിയതും ആ ബുള്ളറ്റ് കണ്ടതും. പുള്ളിക്കാരൻ അത് എങ്ങനെയോ സ്റ്റാർട്ടാക്കി നിഷ്ഠയുടെ വണ്ടിക്ക് പുറകെ ഓടിച്ചു പോവുകയായിരുന്നു. പിന്നീട് നിങ്ങൾ ചെല്ലുമ്പോൾ കണ്ടത് ജഗത്തും സാധുറാമും കൂടി നിഷ്ഠയെ കീഴ്പ്പെടുത്തിയിരിക്കുന്നതും അവരുടെ വാഹനം ഓടിച്ചിരുന്നയാൾ വെടിയേറ്റ് കിടക്കുന്നതുമായിരുന്നു, ശരിയല്ലേ? സാധുറാമോ? തന്നെ ആശ്ചര്യത്തോടെ അംഗത്തിനെ നോക്കിയിട്ട് തുടർന്നു. നോ, ജഗത് സാർ ഒറ്റക്കായിരുന്നു. ജഗത്ത് സർവീസിലായിരുന്നപ്പോ അന്വേഷിച്ചിരുന്ന ആ കേസിനെ കുറിച്ച് നിങ്ങൾക്ക് വല്ലതും അറിയാമോ? സർവമദനൻ ചോദ്യം മാറ്റി. ബ്ലാക്ക് മാജിക്കുകൾ ചെയ്യുന്ന ഒരു ടീമിനെ കുറിച്ചുള്ള അന്വേഷണമായിരുന്നു അത്. ഞങ്ങളാ സാറിനെ അറസ്റ്റ് ചെയ്തിരുന്നത്. അതേക്കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ? സോറി സാർ, അത് ഒഫീഷ്യലി അലൗഡ് അല്ല. വൈ?
ഞങ്ങളുടെ ടീമിനെ ആ കേസിൽ നിന്ന് മാറ്റിയെങ്കിലും അതിന്റെ അന്വേഷണം ഇപ്പോഴും നടക്കുന്നതായിട്ടാ അറിയാവുന്നത്. പക്ഷേ ആരാ കേസ് അന്വേഷിക്കുന്നത് എന്നറിയില്ല. लेकिन एक बात मैं जरूर कहूंगा सर, वो लोग एक बहुत क्रूर झूठ है. അങ്കിത്ത് പറഞ്ഞത് മനസ്സിലാവാതെ ശ്രാവണി ദിനൂപിനെ നോക്കി. ആ ഗ്യാങ് അങ്ങേറ്റം ക്രൂരന്മാരായ ആൾക്കാരാണെന്നാ പറഞ്ഞത്. ദിനൂപ് അവൾക്ക് അത് വിശദീകരിച്ചു കൊടുത്തു. നിഷ്ഠയെ ഉപയോഗിച്ച് അത്തരത്തിലൊരു നാടകം കളിക്കുക എന്നത് ആരുടെ പ്ലാൻ ആയിരുന്നു? മദനൻ ചോദ്യം തുടർന്നു. അത് ജഗത് സാറിന്റെ പ്ലാൻ ആയിരുന്നു. പക്ഷെ ആ തടാകക്കരയിൽ വെച്ച് സ്നൈപ്പറിൽ കൂടിയുള്ള ഒരു ആക്രമണം ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നില്ല. കൂട്ടത്തിലുണ്ടായിരുന്ന സെൽവന്റെ മരണം ഓർമ്മയിൽ വന്നതുപോലെ തനയ വീണ്ടും നിശബ്ദയായി. അവസാനമായി ഫോൺ വിളിച്ചപ്പോ ജഗത്ത് ശ്രാവണിയോട് പറഞ്ഞത് നിങ്ങളുടെ കൂട്ടത്തിൽ ശൈലേന്ദ്രൻ സാർ ഉണ്ടായിരുന്നു എന്നാ. പക്ഷെ ഞങ്ങൾ ചോദിച്ചപ്പോ പുള്ളി പറഞ്ഞത് പുള്ളി കൂട്ടത്തിലുണ്ടായിരുന്നില്ല എന്നാ. ഇതിലേതാ ശരി? നോ സർ, ശൈലേന്ദ്രൻ സാറ് ഞങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. ഞാൻ, അങ്കിത്ത്, സെൽവൻ, ജഗത് സാറ്, പിന്നെ സാറിന്റെ കൂട്ടുകാരനായ നരേൻ എന്ന ഓഫീസർ, അത്രയും പേരാ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്നത്. ആ നിഷ്ഠയുടെ ഫോട്ടോ വല്ലതും എടുത്തായിരുന്നോ? ഓ, അവളുടെ ഫോട്ടോ എന്റെ മൊബൈലിലുണ്ട്. അതൊന്ന് എന്റെ മൊബൈലിലേക്ക് അയച്ചേക്കൂ. സർവമദനൻ തന്റെ ഫോൺ നമ്പർ തനയേക്ക് പറഞ്ഞു കൊടുത്തു. അവൾ അപ്പോൾ തന്നെ നിഷ്ഠയുടെ ഫോട്ടോ മദൻ ഫോർവേഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്തു. അയാൾ ആ ഫോട്ടോ ശ്രാവണിയെയും ദിനൂപിനെയും കാണിച്ചു. മുടി ക്രോപ്പ് ചെയ്ത് അതിസുന്ദരിയായ ഒരു പെൺകുട്ടിയായിരുന്നു അത്. സർ, ജഗത്ത് പറഞ്ഞ കാര്യങ്ങളും ഇവർ പറയുന്ന കാര്യങ്ങളും തമ്മിൽ വ്യത്യാസങ്ങളുണ്ടല്ലോ. ജഗത്താണ് നുണ പറഞ്ഞതെങ്കിൽ എന്തിനു വേണ്ടിയായിരിക്കും അവൻ അങ്ങനെയൊക്കെ പറഞ്ഞത്? ഹയാത്തിൽ നിന്നും തിരികെ പോരുന്ന വഴി ദിനൂപാണ് അത് ചോദിച്ചത്. ആരു പറഞ്ഞതാണ് ഇതിൽ ശരിയെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ആ, എന്തായാലും നോക്കാം. ആത്മവിശ്വാസം തെളിഞ്ഞ മുഖത്തോടെ മദനൻ മറുപടി പറഞ്ഞു. ഇനിയിപ്പോ എന്താ നമ്മുടെ അടുത്ത പ്ലാൻ? ആ ജോയിന്റ് കമ്മീഷണർ വെങ്കടേഷിനെ കാണാനാ നമ്മളിപ്പോ പോകുന്നത്. ഒരു അപ്പോയിന്റ്മെന്റ് ഞാൻ ഫിക്സ് ചെയ്തിട്ടുണ്ട്. കൂടുതലൊന്നും സംസാരിക്കാനില്ലാത്തതുപോലെയോ കേട്ട കാര്യങ്ങൾ മനസ്സിലിട്ട് കണക്കുകൂട്ടുന്നത് കൊണ്ടോ മദനൻ പിന്നീട് ഒന്നും മിണ്ടാതെ കാറിന്റെ സീറ്റിലേക്ക് ചാരി കണ്ണുകൾ അടച്ചു. ശ്രാവണി ആശങ്കയോടെ ദിനൂപിനെ നോക്കി. അവനും ചിന്തയിലായിരുന്നു. അവൻ ரொம்ப പൈത്യക്കാരൻ, അതിനാലെ ഞാൻ അവനെ അന്ത കേസിൽ നിന്നിരുന്ന് നീക്കപ്പെട്ടാർ. ജഗത്തിനെ കുറിച്ച് വെങ്കടേഷിന്റെ അഭിപ്രായം മദനനെ അസ്വസ്ഥനാക്കിയതുപോലെ തോന്നി. ക്യാൻ യു എക്സ്പ്ലെയിൻ ഇറ്റ് സർ? ദയവായി ഒന്ന് വിശദീകരിക്കാമോ? മദനൻ എടുത്തു ചോദിച്ചപ്പോ വെങ്കടേഷ് തലകുലുക്കി. എന്നിട്ട് തനിക്കറിയാവുന്ന മലയാളത്തിൽ പറഞ്ഞു തുടങ്ങി. മിസ്റ്റർ മദനൻ, അവൻ അന്ത കേസില് ഒഫീഷ്യൽ അല്ലാതെ തന്നെ ഇൻവോൾവ് ആകാൻ തുടങ്ങി. ആൻഡ് ഹി ബിക്കേം എ ഹെഡേക്ക് ടു ദി സുപ്പീരിയേഴ്സ്. അത് മാത്രമല്ല, അന്ത കേസ് സെൻട്രൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഏറ്റെടുക്കുകയും ചെയ്തു. ഹി വാസ് സോ അപ്സെറ്റ് അറ്റ് ദാറ്റ് ടൈം and without any explanation suddenly he put resignation and left. എന്തുകൊണ്ടാണ് സാർ ആ കേസ് സെൻട്രൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഏറ്റെടുത്തത്? സോറി മിസ്റ്റർ മദനൻ, ഐ കനോട്ട് റിവീൽ ദാറ്റ്. സാർ, ജഗത്തും വൈഫും മിസ്സിംഗ് ആകുന്നതിന് മുൻപ് കൊൽക്കത്തയിൽ വന്നിരുന്നല്ലോ. അന്ന് അവർ താമസിച്ചിരുന്ന ഹോട്ടലിൽ വെച്ച് ഒരു അറ്റാക്ക് ഉണ്ടായപ്പോ അവിടെ സാറിന്റെ സബോർഡിനേറ്റ് വന്നിരുന്നു എന്ന കാര്യവും മിസ്സിംഗ് ആകുന്നതിന് മുൻപ് ജഗത്ത് അറിയിച്ചിരുന്നു. യെസ് യെസ്, ഓഫ് കോഴ്സ്. ഹാവൻ പോയി അപകടത്തിൽ ചാടും എന്ന് അറിയാമായിരുന്നു. ഐ വാസ് ട്രൈങ് ടു പ്രൊട്ടക്ട് ഹിം, ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഐ കുഡിന്റ്. സോറി. ഓക്കെ, താങ്ക് യു സർ. പോകാനായി മദനൻ എഴുന്നേറ്റപ്പോ കൂടുതലൊന്നും ചോദിക്കാനില്ലാത്തതുപോലെ ശ്രാവണിയും ദിനൂപും പുള്ളിക്കൊപ്പം എഴുന്നേറ്റു. ഇന്ന് തന്നെ നമുക്ക് ജഗത്തിന്റെ അമ്മയെയും പോയി ഒന്ന് കാണണം. അവരുടെ ഹോസ്പിറ്റലിൽ നിന്നും രോഗികളുടെ വിവരങ്ങൾ ലീക്കായ കാര്യം ജഗത്തിനോട് പറയാൻ അന്നൊരിക്കൽ അമ്മ വിളിച്ചിരുന്നു എന്നല്ലേ നിങ്ങൾ എന്നോട് പറഞ്ഞത്? തിരികെയുള്ള യാത്രയിൽ മദനൻ ചോദിച്ചത് കേട്ട് ശ്രാവണി തലകുലുക്കി. അതെ സാർ, പക്ഷെ ബീഹാറിലേക്ക് പോകാൻ നിൽക്കുകയായിരുന്നുകൊണ്ട് അവന് അമ്മയെ അന്ന് കാണാൻ സാധിച്ചിരുന്നില്ല. ഓക്കെ, അവർക്ക് എന്താണ് പറയാനുള്ളതെന്ന് കൂടി കേൾക്കാം. S&M സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ചെന്ന് അന്വേഷിച്ചപ്പോ മാധവി മാഡം ഇപ്പോൾ ഇടയ്ക്കൊക്കെ ഹോസ്പിറ്റലിൽ എത്താറുള്ളൂ എന്നാണ് അവർക്ക് അറിയാൻ കഴിഞ്ഞത്. മാധവി മാഡത്തിന്റെ മകന്റെ സുഹൃത്തുക്കളാണെന്ന് അറിയിച്ചപ്പോ ഹോസ്പിറ്റലിൽ നിന്നും വീടിന്റെ അഡ്രസ്സ് കിട്ടി. ബിദാർ നഗറിലെ സാൾട്ട് ലേക്ക് സിറ്റിയിലുള്ള ജഗത്തിന്റെ അമ്മ താമസിക്കുന്ന വീട് കണ്ട് ശ്രാവണിയും ദിനൂവും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. അത്രയ്ക്ക് വലിയൊരു ബംഗ്ലാവായിരുന്നു അത്. ഗേറ്റിൽ നിൽക്കുന്ന പാറാവുകാരനെ കൂടാതെ കോമ്പൗണ്ടിനകത്തും ധാരാളം ജോലിക്കാരെ അവർ കണ്ടു. ഹോസ്പിറ്റലിൽ നിന്നും വിളിച്ചറിയിച്ചത് കാരണമാണെന്ന് തോന്നുന്നു മാധവിശങ്കർ അവരെയും കാത്തിരിക്കുകയായിരുന്നു. ആവണി മുറ്റത്ത് വെച്ച് കണ്ട ഡോക്ടർ മാധവിയുടെ ഒരു നിഴൽ രൂപം മാത്രമാണ് ഇപ്പോൾ ഉള്ളതെന്ന് ശ്രാവണിക്ക് തോന്നി. മകന്റെ തിരോധാനം അവരെ അത്രയ്ക്കേറെ ഉലച്ചു കളഞ്ഞിരുന്നു. ശ്രാവണി സർവമദനെ അവർക്ക് പരിചയപ്പെടുത്തി. കൂടാതെ അവരുടെ ആഗമനോദ്ദേശവും വെളിപ്പെടുത്തി.
ഹോസ്പിറ്റലിൽ നിന്നും അന്ന് രോഗികളുടെ വിവരങ്ങൾ ചോർന്നതിനെ പറ്റി പറയാൻ മാഡം ജഗത്തിനെ വിളിച്ചിരുന്നുവെന്ന് അറിഞ്ഞു. അതിനെപ്പറ്റി അറിയാനാ ഞങ്ങൾ ഇപ്പോൾ എത്തിയത്. മദനൻ പറഞ്ഞത് കേട്ട് അല്പനേരത്തേക്ക് അവർ തല താഴ്ത്തിയിരുന്നു. മാഡം, താമസിക്കുന്ന നിമിഷങ്ങൾ ഓരോന്നും വിലപ്പെട്ടതാ. ഇപ്പോ തന്നെ നമ്മൾ വളരെയേറെ വൈകിയിരിക്കുന്നു. അന്ന് രാത്രി ഞാൻ അവനെ വിളിച്ചത് ഞാൻ അറിഞ്ഞ ചില കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കാനായിരുന്നു. മദനൻ തന്റെ കസേരയിൽ ഒന്ന് ഇളകിയിരുന്നു. എന്തായിരുന്നു ആ കാര്യങ്ങൾ? ഹോസ്പിറ്റലിൽ നിന്നും ആ രോഗികളുടെ എല്ലാം വിവരങ്ങൾ ചോർത്തിയത് അഡ്മിൻ മാനേജരായിരുന്ന ശ്രീവാസ്തവയായിരുന്നു. എന്തിനാണ് അയാൾ ആ വിവരങ്ങളൊക്കെ ചോർത്തിയതെന്ന് മാഡം ചോദിച്ചില്ലേ? ഉവ്, ആദ്യമൊന്നും അയാൾ മറുപടി ഒന്നും പറഞ്ഞില്ല. ഒടുവില് പോലീസിൽ ഏൽപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയപ്പോ അയാൾ ആ പേര് പറഞ്ഞു. ആരായിരുന്നു അത്? മുന്നോട്ടാഞ്ഞിരുന്ന് മദനൻ ചോദിച്ചപ്പോ അറിയാനുള്ള ആകാംക്ഷയോടെ ശ്രാവണിയും ദിനൂപും ചെവികൾ കൂർപ്പിച്ചു. അത് ജഗത്തിന്റെ ആവശ്യപ്രകാരമായിരുന്നു അയാൾ ആ പേരുകൾ ഹോസ്പിറ്റലിൽ നിന്നും ചോർത്തിയത്. അവിശ്വസനീയമായ ഒരു വാർത്ത കേട്ടതിന്റെ ഞെട്ടലിൽ ശ്രാവണി കസേരയിൽ നിന്നും ചാടി എഴുന്നേറ്റ് ശബ്ദമുയർത്തി. വാട്ട്? നോ വേ! തുടരും. മടിക്കേരിയിലെ നിഗൂഢതകൾ അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കഥയ്ക്ക് അഭിപ്രായങ്ങളും ലൈക്കുകളും ഹൈപ്പും ഒക്കെ നൽകുന്നതിനോടൊപ്പം തന്നെ കഥയുടെ ലിങ്ക് കഴിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൂടി കൊടുത്ത് സഹായിക്കണേ. താങ്ക്